ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിൻ്റെ ബാൽക്കണിയിലുള്ള റോസ് ആണ് കേട്ടോ. സെൻറ്റർ റോസ് ഒന്നും അല്ല, പക്ഷേ ഈ റോസ് വിരിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ കുറഞ്ഞതൊരു 20 ദിവസമെങ്കിലും പൂ അതുപോലെ നിൽക്കും കേട്ടോ. കളർ കുറച്ച് ഫേഡായി വരും എന്നല്ലാതെ ഈ അതിൻ്റെ ഇതളുകൾ പൊഴിഞ്ഞു പോവുകയൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഇലകളൊക്കെ എത്ര ഹെൽത്തി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇലയിൽ ചോറുണ്ണാം, ചോറ് പൊതിയാം കേട്ടോ. അത്രയ്ക്ക് വലിയ ഇലകളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഞാൻ ഇന്നൊരു കാര്യം അതിൽ നോട്ടീസ് ചെയ്തു. ഇതിനെ ഉണ്ടല്ലോ മീലിബഗ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും. ആ മുട്ടിൻ്റെ അടുത്ത് കണ്ടോ ഒരെണ്ണം ഇങ്ങനെ കടിച്ചിരിപ്പുണ്ട്. അപ്പം എന്താണ് മീലിബഗ്? മീലിബഗ് എന്നത് ചെടികളിൽ കാണുന്ന വെളുത്ത പഞ്ഞി പോലുള്ള ഒരു കീടമാണ് കേട്ടോ. ഇത് ഇലകളിലും തണ്ടുകളിൽ നിന്ന് നീര് കുടിച്ചാണ് ജീവിക്കുന്നത്. സാധാരണയായിട്ട് ലീഫിൻ്റെ ജോയിൻറ്റിൽ, സ്റ്റെമ്മിൻ്റെ ജോയിൻറ്റിലൊക്കെയാണ് കേട്ടോ ഇവ കൂടുതലായി കാണുന്നത്. കൂടാതെ ഉണ്ടല്ലോ ഉറുമ്പ് ഇവയെ സംരക്ഷിക്കും കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ ഇത് വേഗത്തിൽ സ്പ്രെഡ് ആകാനുള്ള സാധ്യതയും ഉണ്ടാകുകയും ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീം ഓയിൽ സ്പ്രേ ചെയ്യുക, സോപ്പ് സൊല്യൂഷൻ സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ കോട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് മാനുവലി അതിനെ റിമൂവ് ചെയ്ത് കളയാനാണ് പറ്റുക. ഇനി സിവിയറായിട്ട് ഇത് പടർന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത് സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. ഈ പൂവിൻ്റെ അടിവശം കണ്ടോ എത്ര എണ്ണം അതുള്ളതെന്നുള്ളത്. ഇത് ഞാൻ ചുമ്മാ ഇന്ന ചെടി ഒന്ന് നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ. ചുമ്മാ പൂക്കളൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ ഒന്ന് അടുത്ത് വെച്ച് ഇങ്ങനെ നോക്കിയപ്പം നോട്ടീസ് ചെയ്ത കാര്യമാണ് ഇത്. ഇതിനെ കൂടുതലായിട്ട് സ്പ്രെഡ് ആകാതെ അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇതിനെ തടയാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ ചെടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ക്വാറന്റൈൻ സിസ്റ്റം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ ആ ചെടിയെ മറ്റുള്ള ചെടികളിൽ നിന്ന് മാറ്റി വെക്കണം. ഈ സെയിം മെത്തേഡ് നമുക്ക് ഏത് ചെടിയെയാണോ ഇത് ബാധിച്ചിരിക്കുന്നത് അതിലും നമുക്ക് പ്രയോഗിക്കാൻ കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെടിയെ നമ്മൾ കുറേ ദൂരേക്ക് കൊണ്ട് മാറ്റി വെക്കുക, എന്നിട്ട് അതിനുള്ള മെഡിസിൻസ് ഒക്കെ കൊടുത്ത് കംപ്ലീറ്റ്ലി അത് പോയിന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം മറ്റുള്ള ചെടികളുടെ കൂടെ കൊണ്ടുവെക്കാവുന്നതാണ്. പിന്നെ റെഗുലർ ആയിട്ടുണ്ടല്ലോ നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ ഉറുമ്പുകളെ കൺട്രോൾ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെയാണ് നമുക്കിതിനെ ഒരു പരിധി വരെ നമുക്കിതിനെ സ്പ്രെഡ് ആകാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. എന്ന് പറഞ്ഞാൽ മീലിബഗിൻ്റെ അറ്റാക്കിനെ നമുക്ക് മുൻകൂട്ടി തടയാൻ പറ്റും. ഇതിനുള്ള ബെസ്റ്റ് റെമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീം ഓയിൽ പ്ലസ് സോപ്പ് സൊല്യൂഷൻ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഇന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ 2 ദിവസം റെസ്റ്റ് കൊടുക്കുക, പിന്നെയും നമ്മൾ സ്പ്രേ ചെയ്യുക. നമ്മൾ നോക്കണം അത് കംപ്ലീറ്റ് ആയിട്ട് പോയോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. പിന്നെ ഇത് വരാതിരിക്കാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിനെഗർ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഇന്നത്തെ റോസ് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ റോസ് വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.